വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി കെപിസിസിയുടെ പ്രതിഷേധ ജ്വാല. നൂറുകണക്കിന് സ്ത്രീകൾ റാലിയിൽ അണിനിരന്നു. വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നിന്ന് തുടങ്ങി 2 കിലോമീറ്റർ ദൂരം കറുപ്പ് വസ്ത്രം ധരിച്ചായിരുന്നു പ്രതിഷേധം. വണ്ടിപ്പെരിയാർ കേസിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സർക്കാർ പ്രതിയുടെ ഗോഡ്ഫാദറായി പെൺകുട്ടിയുടെ കുടുംബത്തെ സംരക്ഷിച്ചില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടി പ്രവർത്തകനെ സംരക്ഷിക്കാൻ CPIM-ഉം സർക്കാരും ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇരയെ സംരക്ഷിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ഇരയെ സംരക്ഷിക്കാതെ പ്രതിയുടെ ഗോഡ്ഫാദറാകുന്ന കാഴ്ചയാണ് ഈ കേസിൽ നമ്മൾ കണ്ടത്. പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചം ഒരുക്കുകയായിരുന്നു പോലീസ് ആത്യന്തം ചെയ്തത്. എല്ലാ സുരക്ഷാ വലയങ്ങളോടും കൂടി പ്രതിയുടെ ബന്ധുക്കൾക്ക് ആ പാവപ്പെട്ട ഇരയുടെ അച്ഛനെ ആക്രമിക്കാനുള്ള ആത്മീയ ധൈര്യം കൊടുത്തത് ആരാണ്? അത് ധൈര്യം കൊടുത്തത് CPM-ഉം കേരള സർക്കാരുമാണ് എന്ന് ഒരു സംശയം കൂടാതെ പറയാൻ നമുക്ക് സാധിക്കും. സ്ത്രീ സംരക്ഷണത്തിന്റെ പേരിൽ വനിതാ മതിൽ തീർക്കുന്ന സഹോദരിമാരെ, വനിതാ മതിലല്ല ആവശ്യം, സ്ത്രീകളെ. ഇന്നലെ ഈ പെൺകുട്ടിയുടെ പിതാവിനെ, അദ്ദേഹത്തിന് അവരുടെ മുത്തച്ഛനെ ക്രൂരമായി പ്രതിയുടെ ബന്ധുക്കൾ ആക്രമിച്ചു. എവിടേക്കാണ് പ്രതി ഓടിക്കയറിയത്? CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിയെ ഓടിക്കയറിയത്. ആരാണ് സംരക്ഷണം കൊടുക്കുന്നത്? ഇവരാണ് സംരക്ഷണം കൊടുക്കുന്നത് എന്ന് വ്യക്തമായി. എത്ര മനസാക്ഷിയില്ലാത്തൊരു പാർട്ടിയായി ഇവരെ അധപ്പതിച്ചിരിക്കുന്നു. ഈ ഗവൺമെന്റ് കണ്ണും കാതുമില്ലാത്ത, മനസ്സുമില്ലാത്ത ഗവൺമെന്റാണ്. TV പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, KPCCയുടെ സ്ത്രീ ജ്വാല എത്രത്തോളം വിജയകരമായിരുന്നു? ഒപ്പം ഈ നേതാക്കളുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു സർക്കാരിനെതിരെ? നിമേഷേ, സമീപകാലത്ത് ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ വനിതാ മുന്നേറ്റമാണ് ഇന്നിപ്പോൾ കണ്ടത്. KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ 100 കണക്കിന് സ്ത്രീകളാണ് അണിനിരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം, അതായത് വണ്ടിപ്പെരിയാറിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറം കക്കിക്കവലയിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് 3:30 കൂടിയാണ് പ്രതിഷേധ മാർച്ച് തുടങ്ങിയത്. മിക്കവാറും സ്ത്രീകൾ കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞ് കറുത്ത ബലൂൺ പിടിച്ച് പ്ലക്കാർഡുകളും കൊടികളും ഏന്തിയാണ് ഇരുവരിയായി അവിടെ നിന്ന് നടന്നു നീങ്ങിയത്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ്, സ്ത്രീകൾ മാത്രമാണ് ഈ പ്രതിഷേധത്തിൽ അണിനിരുന്നത് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പോലീസും പ്രോസിക്യൂഷനും ഈ കേസിൽ വീഴ്ച വരുത്തിയെന്നും തുടരന്വേഷണം വേണമെന്നും പോലീസ് വീഴ്ചക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന ആവശ്യമാണ് പ്രധാനമായും ഇന്നത്തെ മാർച്ചിലൂടെ ഉദ്ദേശിച്ചത്, മുന്നോട്ട് വെച്ചത്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ MP-യുമായ ജെബി മേത്തർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ നേതാക്കൾ പ്രഖ്യാപിച്ചത് ഒരു തുടർ സമരത്തിനാണ്, അതായത് കുഞ്ഞിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ പോരാട്ടം തുടരുമെന്നാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രഖ്യാപിച്ചത്, ഇവിടെ നമ്മുടെ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇവർക്ക് നീതി ലഭ്യമാക്കുക, അതിനായി ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്നും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞ പോലെ കണ്ണും കാതും മിഴികളും തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ, 6 വയസ്സുകാരിക്ക് നീതി ലഭ്യമാക്കാനായി തുടർ സമരങ്ങളുമായി സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പോരാട്ടം തുടരും, പ്രതിഷേധം തുടരുമെന്നാണ് പറയുന്നത്. വണ്ടിപ്പെരിയാർ കേസിൽ സർക്കാരിനെതിരെ 1000 വനിതാ പ്രവർത്തകരെ അണിനിരത്തിയായിരുന്നു പ്രതിഷേധ ജ്വാല KPCC സംഘടിപ്പിച്ചത്. നിലവിൽ സർക്കാർ പ്രതിയുടെ ഗോഡ്ഫാദറായി മാറുകയാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തിയത്. വിവരങ്ങളാണ് പ്രസാദ് നൽകിയത്.